നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരുപാട് പേർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. നമുക്കറിയാം, സാധാരണക്കാരായ ഒരുപാട് പേർ ഇവിടെ എത്തുന്നു, ചികിത്സ തേടുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു ആശുപത്രി തന്നെയാണ്, സംശയമില്ല. പക്ഷേ അവിടെ നിന്നുണ്ടാകുന്ന ചില പിഴവുകൾ അത് പല രോഗികൾക്കും വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉളവാക്കുന്നതാണ്. നമ്മൾ ഒരുപാട് പിഴവുകൾ കേട്ടിട്ടുണ്ട് എന്ന് കരുതി എല്ലാം ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന ഒരു അഭിപ്രായമില്ല. എങ്കിൽ പോലും ചില പിഴവുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വാർത്തകളിലൂടെയൊക്കെ കണ്ട പല പിഴവുകളും ആശങ്കാജനകമാണ്. അത്തരത്തിൽ നിൽക്കവെയാണ് കഴിഞ്ഞ ദിവസം സ്കാനിങ്ങിൽ ഒരു ഗുരുതര പിഴവുണ്ടായെന്ന വിവരം പുറത്തു വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്കാനിങ്ങിൽ ഗുരുതര പിഴവ്. വയറുവേദനയെ തുടർന്ന് സ്കാനിംഗ് നടത്തിയ ചെറുപ്പക്കാരൻ്റെ പരിശോധനാ ഫലത്തിൽ ഗർഭപാത്രം. കഴക്കൂട്ട സ്വദേശിയായ ഷിഹാസിന്റെ സ്കാനിംഗ് റിപ്പോർട്ടിലാണ് ഗുരുതര പിഴവ് കണ്ടത്. പിഴവ് ചൂണ്ടിക്കാട്ടിയപ്പോൾ റിപ്പോർട്ട് ജീവനക്കാർ കീറിക്കളഞ്ഞുവെന്നാണ് ഷിഹാസ് ആരോപിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വയറുവേദനയെ തുടർന്നാണ് ഷിഹാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. മൂത്രാശയ സംബന്ധമായ അസുഖമാണോ എന്ന് കണ്ടെത്താൻ ഡോക്ടർ സ്കാനിംഗ് നിർദ്ദേശിച്ചു. സ്കാൻ ചെയ്ത ശേഷം റിപ്പോർട്ട് വൈകുമെന്ന് വ്യക്തമാക്കി. ഗുളികയും മരുന്നുമെല്ലാം കഴിച്ച് വേദന മാറിയതിനാൽ തുടർ ചികിത്സയ്ക്ക് ഷിഹാസ് ആശുപത്രിയിലേക്ക് പിന്നീട് വന്നില്ല. കഴിഞ്ഞ ദിവസം ഐരാണിമുട്ടം ഹോമിയോ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങി. റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടറാണ് പിഴവ് ആദ്യം ശ്രദ്ധിച്ചത്. അതായത് പേരും വയസ്സുമെല്ലാം ഷിഹാസിൻ്റെതാണ്, പക്ഷേ ഗർഭാശയ സംബന്ധമായ രോഗവിവരങ്ങളാണ് സ്കാനിംഗ് റിപ്പോർട്ടിൽ ഉള്ളത്. അപ്പോൾ ഷിഹാസ് മെഡിക്കൽ കോളേജിലെ സ്കാനിംഗ് വിഭാഗത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി ജീവനക്കാരോട് കയർക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ ആദ്യം ജീവനക്കാർ തട്ടിക്കയറി, പിന്നീട് സ്കാനിംഗ് റിപ്പോർട്ട് തിരുത്തി നൽകുകയും ചെയ്തു. എന്തായാലും ഇത് ശരിയാണോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. ഷിഹാസിൻ്റെ റിപ്പോർട്ട് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഷിഹാസ് ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. വയറുവേദനയ്ക്കാണ് യുവാവ് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയത്. സ്കാനിംഗ് റിപ്പോർട്ടിൽ ഇത്തരത്തിലൊരു പിഴവ് കണ്ടെത്തിയിരിക്കുന്നു. വയസ്സും പേരുമെല്ലാം ഷിഹാസിൻ്റെതാണ്. പക്ഷേ റിപ്പോർട്ടിലെ മറ്റു ചില വിവരങ്ങളാണ്. എവിടെയാണ്, എന്താണ് സംഭവിച്ചത്, സ്കാൻ റിപ്പോർട്ടിൽ ഗുരുതര പിഴവ്, ഈ പിഴവ് എങ്ങനെ ഉണ്ടായി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. റിപ്പോർട്ട് മാറി യുവതിയുടെ നൽകിയതാണോ അതോ സ്കാനിങ്ങിലെ പിഴവാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കഴക്കൂട്ടം നെഹ്റു ജംഗ്ഷൻ സ്വദേശി ഷിഹാസ് 24 വയസ്സുകാരനാണ്. എന്തായാലും പരാതി നൽകിയിരിക്കുകയാണ്. വൃക്കയിൽ കല്ലാണെന്നുള്ള സംശയത്തെ തുടർന്നാണ് സ്കാനിംഗ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആശുപത്രിയിലെ പുതിയ സ്കാനിംഗ് സെന്ററിലാണ് ഏപ്രിൽ 16 പരിശോധന നടത്തിയത്. റിപ്പോർട്ട് വൈകുമെന്ന് അറിയിച്ചതിനാൽ ഷിഹാസ് ഏതാനും ദിവസം മുമ്പാണ് റിപ്പോർട്ട് വാങ്ങാൻ എത്തിയത്. എന്തായാലും നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. തിരിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ ലാബിലെ ജീവനക്കാർ റിപ്പോർട്ട് വാങ്ങി ചുരുട്ടിക്കളഞ്ഞതായും ഇതിൽ പ്രതിഷേധിച്ചതോടെയാണ് പുതിയ പ്രിന്റ് നൽകിയതെന്നും ഷിഹാസ് പറയുന്നുണ്ട്.